ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 21-ാം തിരുവചനം. ഇത് പറഞ്ഞപ്പോൾ യേശു ആത്മാവിൽ അസ്വസ്ഥനായി. അവൻ വ്യക്തമായി പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യൂദാസിനെ കുറിച്ച് അവൻ പറയുക, വ്യസനത്തോടു കൂടി പറയുക, അസ്വസ്ഥനായി പറയുക, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈശോയുടെ കൂടെ നടന്നവർ, ശിഷ്യഗണം മുഴുവൻ, ഈശോയുടെ അത്ഭുതങ്ങളിൽ പങ്കെടുത്തവർ, ഈശോയുടെ രോഗശാന്തി കണ്ടവർ, അപ്പമൊക്കെ വീതിച്ചു കൊടുത്തവർ, ലാസറൊക്കെ പുറത്തോട്ട് വരുന്ന കണ്ടവർ, എത്രമാത്രം പിശാചുകളെ ഉപേക്ഷിക്കാൻ എത്രമാത്രം ഈശോയോട് ചേർന്ന് നടന്നവർ. ഈശോ ഈ രണ്ടുപേരോടൊക്കെ അയച്ചപ്പോൾ അവരൊക്കെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരാ. എന്നിട്ട് ഈശോ പറയാ, ഇങ്ങനെ ചങ്കായി നടന്നതിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. കൂട്ടത്തിലായിരിക്കുമ്പോഴും കൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഒരുവൻ പോകുന്നു എന്നുള്ള സൂചനയാണ്. ജീവിതത്തിലേക്കൊന്ന് നോക്കണം. ഹോളി വീക്കിലല്ലേ, ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോഴും ഈശോയിൽ നിന്ന് നിന്നെ പിടിച്ചു മാറ്റുന്ന എന്തെങ്കിലും പ്രവണതകൾ നിന്നിൽ വളർന്നു വരുന്നുണ്ടോ? എന്തെങ്കിലും പ്രവണതകൾ വരുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി, അതിനെ മുളയിലെ നുള്ളിക്കളഞ്ഞേക്കണം. അത് വളർന്നു വന്നാൽ അത് നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ഈശോയോട് ചേർന്നിരുന്നിട്ട് സാത്താൻ യൂദാസിനെ കുത്തിക്കൊണ്ടുപോയില്ലേ? നിന്റെ ജീവിതത്തിലും അത് ആവർത്തിക്കപ്പെട്ടേക്കാം. അല്പം ശ്രദ്ധ ജീവിതത്തിന് വേണം. കാരണം നീ ഈശോയ്ക്ക് വേണ്ടപ്പെട്ട വ്യക്തിയാണ്. ആ ഒരു കരുതൽ വളരുവാനായിട്ട്, അതിൽ നിലനിൽക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോയെ, ഈ വ്യക്തിക്ക് എപ്പോഴും നിന്റെ കൂടെ ആയിരിക്കും. എപ്പോഴും നിന്നിൽ മാത്രം ഹൃദയവും മനസ്സും ബുദ്ധിയും എല്ലാം ചേർത്ത് വയ്ക്കുവാനായിട്ട് അനുഗ്രഹിക്കുന്നു. ഈ ദിവസത്തിന് വേണ്ട എല്ലാ നന്മകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം,